ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ദിലീപ് നായകനായി സഫിൻ സഫർ, നൂറിൻ ഷെരീഫ് തിരക്കഥ എഴുതി ധനം ജയശങ്കർ സംവിധാനം ചെയ്തും ഇന്ന് കേരളത്തിൽ റിലീസ് ചെയ്തിട്ടുള്ള മൂവിയാണ് ബബ്ബബ്ബ, അതായത് ഭയഭക്തി ബഹുമാനം. ഞാൻ കണ്ടു, 10 മണിൻ്റെ ഷോയാണ് കണ്ട് കഴിഞ്ഞിറങ്ങി വന്നതിന് ശേഷമുള്ള എൻ്റെ റിവ്യൂ ആണ്. മറ്റൊരു സോഷ്യൽ മീഡിയയിലും ഞാൻ ഇതിൻ്റെ അഭിപ്രായങ്ങൾ തരാൻ വേണ്ടി പോയിട്ടില്ല. സ്പോട്ടിൽ വന്നിടുന്ന റിവ്യൂ ആണ്, എൻ്റെ മാത്രം വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ പടം തീരെ വർക്കായില്ല എന്ന് വെച്ചാൽ തീരെ വർക്കായില്ല. നമ്മൾ ഷോർട്സും റീൽസൊക്കെ കാണാൻ നേരത്ത് ഈ ഷോർട്സിൻ്റെ ഉള്ളിൽ വളരെ ചെറിയൊരു കണ്ടൻറ്റിനെ മനോഹരമായിട്ട് അഭിനയിച്ച് കാണിക്കുന്ന കുറച്ച് ആൾക്കാരെ നമ്മൾ കാണാറില്ലേ. നമ്മൾ ഷോർട്സിൽ ഒരു ചെറിയൊരു സമയത്തിനുള്ളിലാണ് ആ കഥ നടക്കുന്നത് അല്ലേ. അങ്ങനെ ഒരു കഥ, ഒരു ഷോർട്സിന് മാത്രം ഉണ്ടാവേണ്ട ഒരു കഥേനെ വലിച്ച് നീട്ടിയെടുത്തേക്കുന്ന ഒരു സിനിമ. പക്ഷേ കൈയടിക്കേണ്ട ഒരു സംഭവം എന്ന് വെച്ചാൽ നൂറിൻ ഷെരീഫും അതുപോലെ തന്നെ സഫിൻ സാഫറിന് കൈയടിക്കാം. കാര്യം ഇതൊരു ആവറേജ്, ബിലോ ആവറേജ് സ്ക്രിപ്റ്റ് ആണെന്ന് ഇവർക്ക് നന്നായി അറിയാവുന്നതുകൊണ്ട് തന്നെ ഇവർ പല സ്ഥലത്തും ആ ഗ്രാഫ് കുറയുന്ന സ്ഥലത്ത് കറക്റ്റായിട്ടുള്ള പ്ലേസ്മെൻറ്റുകൾ നടത്തിയിട്ടുണ്ട്. അതാണ് ഇവർക്ക് കയ്യടി കിട്ടാനുള്ള കാരണം. ആ പ്ലേസ്മെൻ്റ് എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, അത് റെഫറൻസുകളാണ്. ഒരുപാട് റെഫറൻസുകൾ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ലാലേട്ടനെയും വിജയിനെയും യൂസ് ചെയ്തിട്ടുണ്ട്, മാക്സിമം യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ന് നടക്കുന്ന കറൻറ്റ് സിറ്റുവേഷനിലുള്ള കുറച്ച് കാര്യങ്ങൾ ഇവരതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് എടുത്ത് പറയാം. ഞാൻ ഇതിനകത്ത് അഭിനയിച്ചിട്ടുള്ള ആൾക്കാരുടെ പേര് പറയുകയാണെങ്കിൽ ദിലീപ്, മോഹൻലാൽ, അതുപോലെ തന്നെ നമ്മുടെ വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ, ബൈജു, ദേവൻ, ഇങ്ങനെ കുറച്ച് ആൾക്കാരാണ് ഇതിനകത്തുള്ളത്. അതിൻ്റെ കൂടെ ഫീമെയിൽ അല്ലെങ്കിൽ ഫീമെയിൽ ക്യാരക്ടറായിട്ട് വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. 2 പേരൊക്കെ ഉള്ളൂ എടുത്ത് പറയാനുള്ള ക്യാരക്ടർ. ഒരു നടി ഇതിനകത്ത് ഇല്ല. അത് മിക്കവാറും അവർ ബോധപൂർവം ചെയ്തൊരു കാര്യമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇനി ഇതിനകത്ത് ഇവർ പറയുന്നുണ്ട് നോ ലോജിക്കെന്ന്. അതുകൊണ്ട് തന്നെ ലോജിക്കിനെ കുറിച്ച് ചിന്തിക്കുക വേണ്ട കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് റെഫറൻസ് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതിൽ പലപ്പോഴും വണ്ടികൾ കാണിക്കുന്നുണ്ട്. ഈ വണ്ടികൾ പല സിനിമയിനകത്ത് യൂസ് ചെയ്തിട്ടുള്ള വണ്ടികളാണ് കാണിക്കുന്നത്. നമുക്കറിയാം CID മൂസയിനകത്ത് ഒരു ക്യാരക്ടറായിട്ട് പോലും നമ്മുടെ ഉള്ളിൽ കയറിയ ഒരു കാര്യമാണ് ആ കാറല്ലേ, CID മൂസയിലെ കാറ്. ആ കാറ് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗില്ലി സിനിമേനകത്ത് അതിനകത്ത് ഒരു റോള് എടുത്ത ഒരു സംഭവമാണ് ആ വണ്ടി. ആ വണ്ടിക്കും ഈ സിനിമയിനകത്തൊരു പ്രാധാന്യമുണ്ട്. കാരണം ആ ചേസിങ് അല്ലെങ്കിൽ തട്ടിക്കൊണ്ടു പോകുന്നൊരു സീനുണ്ട്. ആ സീനിനകത്തൊക്കെ യൂസ് ചെയ്യുന്നത് ഈ വണ്ടിയാണ്. പിന്നെ വേറെ 2-3 വണ്ടികൾ കാണിക്കുന്നുണ്ട്. ഇത് കൂടാണ്ട് നമ്മുടെ ലാലേട്ടൻ്റെ മുണ്ട് മടക്കി കുത്തും, അല്ലെങ്കിൽ മുണ്ട് പറിച്ചിട്ടുള്ള അടി കണ്ടാലും കൈയടിക്കാത്ത, വിസലടിക്കാത്ത ഏത് മലയാളികളാണ് ഇവിടെ ഉള്ളത്, അതിനെ കറക്റ്റ് സ്ഥലത്ത് പ്ലേസ് ചെയ്യുന്നുണ്ട്. എന്തിന്? മുണ്ട് മടക്കി കുത്തേണ്ട ഒരു കാര്യം ഗോകുലം ഗോപാലൻ പുള്ളിയാണല്ലോ പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. പുള്ളി ഉണ്ടോ ഈ സിനിമേനകത്ത്. പുള്ളി എനിക്ക് തോന്നുന്നു ആൻ്റണി പെരുമ്പാവൂരിനെ പോലെയൊക്കെയാണ് എനിക്ക് തോന്നിയത്. ഇങ്ങനെ പൈസ മുടക്കാൻ ഞാനും കൂടി ഇതാ വന്ന് എന്നുള്ള രീതിയിനകത്ത് പുള്ളിനകത്ത് ഒരു റോൾ ചെയ്തിട്ടുണ്ട്. പുള്ളി പറയുന്നുണ്ട് ആ മുണ്ടൊന്ന് മടക്കി കുത്തി കാണിക്കുമെന്ന് പറയുന്നുണ്ട്. ആ സീനിനകത്ത് നല്ല അടിപൊളി കോസ്റ്റ്യൂമിനകത്ത് നല്ല പക്ക ലുക്കിനകത്ത് ലാലേട്ടൻ ആ മുണ്ട് മടക്കി കുത്തുന്നുണ്ട്. പിന്നെ മുണ്ട് മടക്കിയുള്ള അടിയുണ്ട് അല്ലേ, മീശ പിരിച്ചിട്ടുള്ള ലാലേട്ടനെ ഒക്കെ ഈ സിനിമ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ലാലേട്ടനാണെങ്കിൽ തമിഴ്നാട്ടിൽ ഏറെ ആരാധകരുള്ള ഒരാളാണ് വിജയിനെയും ഈ സിനിമേനകത്ത് ഫസ്റ്റ് ഓടിയിൽ തന്നെ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. കാരണം അവർ താമസിക്കുന്ന സ്ഥലത്തിന് ദളപതി എന്നാണ് പേരിട്ടേക്കുന്നത്. അതുകൂടാണ്ട് ദളപതി ഫാൻസ് അല്ലെങ്കിൽ ദളപതിയുടെ കുട്ടികൾ എന്ന് പറഞ്ഞിട്ടാണ് കുറച്ച് പിള്ളേരിനകത്തുണ്ട്. ഇതെല്ലാം പോരാഞ്ഞിട്ട് ദളപതി യൂസ് ചെയ്യുന്ന വണ്ടി, അതായത് വിജയിൻ്റെ ഒരു ഏറ്റവും വലിയ ഹിറ്റായിട്ടുള്ളൊരു മൂവിയാണ് ഗില്ലി. ആ ഗില്ലിയിൽ ആ വണ്ടി ഇതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്കറിയാം ധ്യാനും അതുപോലെ തന്നെ വിനീത് ശ്രീനിവാസനും ഉണ്ട്. ഈ സിനിമേനകത്ത് ഇവരെ കാസ്റ്റ് ചെയ്യാനായിട്ടുള്ള മെയിൻ കാരണമുണ്ട് എനിക്ക് ഫീൽ ചെയ്തത്, ഇതിനകത്ത് ഇവർക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന കുറേ ഡയലോഗ്സ് ഉണ്ട്. ഈ ഡയലോഗ്സ് എല്ലാം കേരള സമൂഹം ചിരിക്കാനും ചിരിക്കാനുള്ള കാര്യങ്ങളാണ്. കാരണം ധ്യാൻ ഒരു ഇൻ്റർവ്യൂ സ്റ്റാറാണ്. അപ്പോൾ ആ സമയത്ത് തുറന്ന് പറിച്ചില്ല എപ്പോഴും വിനീത് ശ്രീനിവാസനെയൊക്കെ ധ്യാൻ അങ്ങനെ ഇട്ട് കൊടുക്കാറുണ്ട്. അതൊക്കെ ഇവിടെ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. ചേട്ടനും അനിയനും തമ്മിൽ നടക്കുന്ന ആ രസകരമായിട്ടുള്ള കാര്യം ഈ സിനിമയിനകത്ത് എടുത്തു കാണിക്കുന്നു. ഇതൊക്കെയാണ് ഈ പറയുന്ന ബ്രില്യൻസ് എന്ന് പറയേണ്ടത്. അതായത് ചില സമയത്ത് ഇതൊക്കെ ഇങ്ങനെ പുട്ടിന് പീര പോലെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നുണ്ട്. അതല്ലാണ്ട് ഈ സിനിമയിനകത്ത് ഞാൻ എന്താ പറയുക, എനിക്ക് ആകെ ഇഷ്ടപ്പെട്ടത് ആ പാട്ടാണ്. ഗോപി സുന്ദർ ആ പാട്ട് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനകത്തൊരു വേറൊരു സംഭവം ഉണ്ട് കേട്ടോ.
ഇൻ്റർവെല്ലിന് മുൻപ് ഈ തട്ടിക്കൊണ്ടുപോകുന്ന സീനാണ്. അതായത് മുഖ്യമന്ത്രി തന്നെയാണ് തട്ടിക്കൊണ്ടുപോകണത്. ഈ തട്ടിക്കൊണ്ടുപോകുന്ന സീനൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചിരിച്ചാവും. ഇതിങ്ങനെ എടുത്തു എന്നുള്ള ചിരിച്ചിരിച്ച് ചാവലാണ്, അല്ലാണ്ട് മറ്റൊരു നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നുള്ള ചിരിയല്ല. ഈശ്വര ഇതെന്ത് ഈ കാണിക്കണേന്നുള്ളൊരു ചിരി. അപ്പോൾ ഈ ലാസ്റ്റ് സീനൊക്കെ ആകുമ്പോഴേക്കും ഇൻ്റർവെല്ലിൻ്റെ ലാസ്റ്റ് സീനാകുമ്പോൾ നമ്മുടെ ആ മസിലിട്ടൊക്കെ ഉള്ള ഒരാളില്ലേ, അവളുടെ പേര് ഞാൻ മറന്നുപോയി, ആ പുള്ളിക്കാരനകത്ത് വരുന്നുണ്ട്, റിയാസ് ഖാറിൻ്റെ ഒരു വേഷവിധാനങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ട് ഈ തല്ലുണ്ടാക്കുമ്പോൾ പാട്ട് വെക്കുന്നുണ്ട്. ഈ ഡി ജെ ആണ് വെക്കുന്നത്. ഡി ജെ പാട്ട് വെക്കുമ്പോൾ മാസ് സാധനമൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ അവർ പ്ലേ ചെയ്യുന്നത് മണിച്ചേട്ടൻ്റെയും ലാലേട്ടൻ്റെയും പാട്ടാണ്. ഇത് കണ്ട ആരാണ് ഒന്ന് കൈ ഇങ്ങനെ ചലിപ്പിക്കാത്തെ? നമ്മുടെ ഉള്ളിനകത്ത് ആ പാട്ട് കേൾക്കുമ്പോൾ മണിച്ചേട്ടൻ്റെ ആ പാട്ട് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിനകത്ത് ഒരു ഫീൽ വരും. അതിനൊക്കെ ഇവർ ഇതിനകത്ത് കൊണ്ട് യൂസ് ചെയ്യുക, അല്ലാണ്ട് ഈ സിനിമ യൂസ് ചെയ്തെന്നല്ല. ഈ സിനിമേനകത്ത് ഇതിനൊക്കെ വെച്ചിട്ട് മലയാളികളുടെ പേഴ്സണലായിട്ടുള്ള പേഴ്സണലി ഇവരെ ചൂഷണം ചെയ്യാന്ന് പറയില്ലേ, മലയാളികളെ ചൂഷണം ചെയ്തിട്ടുള്ളൊരു സിനിമ. നമ്മുടെ ഇമോഷൻസിനെ വെച്ചിട്ട് ഇവർ ചൂഷണം ചെയ്യാം. അതല്ലാണ്ട് ഈ കഥയ്ക്കൊരു ഇമ്പാക്റ്റോ അല്ലെങ്കിൽ ഇതിനകത്തുള്ള അഭിനയത്തിനൊരു ഇമ്പാക്റ്റോ ഒന്നും നമുക്ക് ഫീൽ ചെയ്യില്ല കേട്ടോ. സീരിയസ്ലി പറഞ്ഞാൽ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. നിങ്ങൾ എന്നെ ഇനി എന്ത് ചീത്ത വിളിച്ചാലും ശരി, ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യം തന്നെ പറയുന്നത്. ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ആ പാട്ടും, പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ലാലേട്ടൻ്റെ ലുക്ക് നല്ല രസമുണ്ടായിരുന്നു. ഒരു എന്താ പറയുക, നല്ല ഭംഗിയുള്ളൊരു ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന പോലെ ഇങ്ങനെ തോന്നി. ഭയങ്കര രസമുണ്ടായിരുന്നു കാണാനായിട്ട്. തിയേറ്ററിൽ ഇങ്ങനെ കാണുമ്പോൾ നമുക്കിങ്ങനെ ആഹാ എന്ന് തോന്നിപ്പോകുന്ന ലുക്കാണ്. അതല്ലാണ്ട് ഞാൻ വീണ്ടും പറയുകയാണ്, ഇതിനകത്ത് ഒരു ലോജിക്കും ഇല്ല, ഒരു സ്റ്റോറി ലൈനും ഇല്ല. മ്യൂസിക്കിനെ കുറിച്ച് പറയുകയാണെങ്കിലും മ്യൂസിക് ഇങ്ങനെ ഒരു ഫുൾ ടൈം നമ്മളിങ്ങനെ എൻഗേജിങ് ആക്കി വെക്കുകയാണ് ഈ സാധനം. നമ്മൾ ആ മ്യൂസിക്കാണ് രസിപ്പിക്കുകയല്ല. കുറേ സ്ഥലത്തൊക്കെ നമുക്ക് അരോചകമായിട്ടാണ് ഫീൽ ചെയ്യുക. അടിച്ചടിച്ചിട്ടുള്ള ശബ്ദം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക. പല സ്ഥലത്തും എനിക്ക് തോന്നുന്നു വോയിസ് പറയുന്ന സമയത്ത്, അതായത് അവർ സംസാരിക്കുന്ന സമയത്ത് ഈ മ്യൂസിക്കിൻ്റെ ഇത് കൂടുതലുള്ളതുകൊണ്ട് ചിലത് കേൾക്കാൻ പറ്റുന്നില്ല. എൻ്റെ അപ്പുറത്ത് എന്നിട്ട് പയ്യൻ പറയുന്നുണ്ടായിരുന്നു, അയ്യോ ഇത് കേട്ടില്ലല്ലോ എന്ന്.